ഇൻസ്റ്റയിൽ ചുമ്മാ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ചാക്കോച്ചൻ്റെതാ ഈ ഒരു പോസ്റ്റ് കണ്ടത്. റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ തൂക്കും പിടിച്ച് നിൽക്കുന്ന ചാക്കോച്ചൻ, അടിയിൽ ഡയറക്ടറുടെ പേര് അമൽ നീരദ്. അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി ഈ സാധനം പൊളിക്കും. നേരെ പേജ് എടുത്തു നോക്കി, അപ്പം ദാ കിടക്കുന്നു അടുത്ത പോസ്റ്റ്. പഫ ഓൺ ബോർഡഡ്. അടിപൊളി. എക്സൈറ്റ്മെൻറ്റ് ലെവൽ ഡബിളായി. പിന്നെ ഓരോ പോസ്റ്റും എടുത്തു നോക്കി. വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമായി തിരിച്ചു വരുന്നു. പിന്നെ ഷറഫുദ്ദീൻ, ശ്രിണ്ട, വീണ നന്ദകുമാർ, അങ്ങനെ കുറച്ച് പേരുടെ പോസ്റ്റർ കൂടി. എല്ലാവർക്കും കലിപ്പ് ലുക്കാണ്. പിന്നെ റെഡ് ബാക്ക്ഗ്രൗണ്ട്. സംഭവം ഒരു ചോരക്കളി ആയിരിക്കുമെന്ന് കരുതാം. പിന്നെ മെയിൻ പോസ്റ്ററിൽ ഒരു ഡോഗ് ഒരു പന്നീനെ ഓടിക്കുന്നത് കാണാം. എന്തോ ഉണ്ട്. ജ്യോതിർമയും ചാക്കോച്ചനും കൂടിയാണ് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കാണണമെന്ന് ഉറപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണം അമൽ നീരദ് എന്ന ഡയറക്ടറാണ്. അതിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി, ഓരോ ഫ്രെയിംസും എടുത്തു വച്ചിരിക്കുന്നത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. മലയാള സിനിമയിൽ തൻ്റേതായ തനത് ശൈലിയിൽ മൂവികൾ മേക്ക് ചെയ്ത് ഒരു സ്ഥാനം കണ്ടുപിടിച്ച ഡയറക്ടറാണ് അമൽ നീരദ്. ബിഗ് ബി ഒക്കെ ഇറങ്ങിയ ടൈമിൽ തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും ഇപ്പോഴും മിക്ക ആൾക്കാരുടെയും ഫേവറിറ്റാണ് ആ പടമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ രണ്ടാം ഭാഗത്തിന് ഇവിടെ ഒരു വമ്പൻ കാത്തിരിപ്പ് തന്നെ ഉള്ളത്. ബിഗ് ബിയിൽ തുടങ്ങി സാഗർ ഇലിയാസ് ജാക്കി, അൻവർ, ബാച്ചിലർ പാർട്ടി, ഇയോബിൻ്റെ പുസ്തകം, CIA, വരത്തൻ, ഭീഷ്മപർവം, ഇതിലെല്ലാം തന്നെ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ആ ഇത് അമൽ നീരദിൻ്റെ പടമാണ്. അതാണ് പുള്ളിക്കാരൻ പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. പിന്നെ അടിപ്പടങ്ങൾ മാത്രമല്ല, അഞ്ചു സുന്ദരികൾ എന്ന പടത്തിലെ കുള്ളൻ്റെ ഭാര്യ, അത് അമൽ നീരദ് ചെയ്ത പടമാണ്. ലാസ്റ്റ് മഴയത്ത് കുടയും പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ മറക്കാൻ പറ്റില്ല അത്. അപ്പോൾ നമ്മൾ ചാക്കോച്ചൻ്റെ പോസ്റ്റിൽ തുടങ്ങിയതാണ് ഇപ്പോൾ കുള്ളൻ്റെ ഭാര്യ വരെ. ഇനി ബോഗൺവില്ലയുടെ ട്രെയിലർ വരുമ്പോൾ കാണാം.